ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിനന്ദരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാഹാത്മ്യം 1-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ശൗനക ഉവാച അജ്ഞാനധ്വംസ കോടിസൂര്യസമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം. സൂത ശൗനക സംവാദമാണ്. സൂത മഹാശയനോട് ശൗനകര് ചോദിക്കുകയാണ്, അജ്ഞാന ധ്വന്ദ വിധ്വംസ, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുവാൻ സാമർഥ്യമുള്ള കോടിസൂര്യ സമപ്രഭ, കോടിസൂര്യ സമമായ പ്രഭയോട് കൂടിയവനെ. തൊട്ടു മുമ്പിലത്തെ ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടാവും, മഹാമതിയാണ് സൂതൻ എന്ന് വിശേഷിപ്പിച്ചു. ഞങ്ങളുടെ ഹൃദയത്തിൽ ഭഗവത് കഥകളെ പ്രകാശിപ്പിച്ച് ഞങ്ങളുടെ അജ്ഞാനത്തെ നശിപ്പിക്കുവാൻ സാമർഥ്യമുള്ള ഹേ സൂത എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എപ്പോ സൂര്യൻ ഉദിച്ചു വരും അപ്പോൾ അന്ധകാരം നീങ്ങും. അതേപോലെ അറിവാകുന്ന വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിലെ അന്ധകാരം മാറിപ്പോകണമേ. അതിനങ്ങയ്ക്ക് സാമർഥ്യമുണ്ട്. കോടി സൂര്യ സമപ്രഭ, കോടി സൂര്യ സമയമായ പ്രഭയോടുകൂടിയവനായ അങ്ങ് മമ കർണരസായനം, എൻ്റെ കർണങ്ങൾക്ക് രസത്തെ നൽകുന്നതായ കഥാസാരം ആഖ്യാഹി, കഥാസാരത്തെ പറഞ്ഞു തന്നാലും. ശ്രീമദ് ഭാഗവത കഥകള് വർണ്ണിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ ചോദിക്കുന്നതും അത് തന്നെയാണ്, കഥാസാരത്തെ. കർണരസായനം, രസായനം നമുക്കറിയുമല്ലോ, ഒരു മരുന്നാണ്, അത് നുണഞ്ഞിറക്കുന്നതാണ്. അതേപോലെ ഭഗവത് കഥകളെ നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ ബുദ്ധിയില് നാം മനനം ചെയ്യുമ്പോൾ നമുക്ക് കഥാസാരം ഉള്ളിൽ തെളിഞ്ഞ് പ്രകാശിക്കും. അതിന് ഗുരു അനുഗ്രഹവും വേണം. അത് പറഞ്ഞു തന്നാലും. അടുത്ത ശ്ലോകം വായിക്കട്ടെ. 5-ാമത്തെ ശ്ലോകം. ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹ നിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. ഭക്തി, ഭഗവാനിലുള്ള പരമമായ പ്രേമം. ജ്ഞാനം, സ്വരൂപബോധം. വിരാഗം, വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഭക്തി ജ്ഞാന വിരാഗാപ്തക വിവേക, ഇതില് സാമർഥ്യം എങ്ങനെ ഉണ്ടായി വരും, എങ്ങനെ വർദ്ധിച്ചു വരും? കഥം വർദ്ധതേ മായാമോഹ നിരാസഹ ച. ഈ കാണാകുന്നതെല്ലാം മായയാണെന്നറിഞ്ഞിട്ട്, സംസാര ദുഃഖം തരുന്നത് ഈ മായയാണെന്നറിഞ്ഞിട്ട് ഈ മായയെ തള്ളി നീക്കുവാൻ വൈഷ്ണവൈഹി കഥം ക്രിയതേ, എങ്ങനെ ഭക്തന്മാർക്ക് സാധിക്കും? അപ്പോ ഭക്തി എങ്ങനെ വർദ്ധിച്ചു വരും? എന്താണ് ഭക്തി? ആചാര്യസ്വാമികൾ പാടുന്നു, സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. തൻ്റെ സ്വരൂപത്തെ നിരന്തരം അനുസ്മരിക്കുന്നതും ഭക്തിയാണ്. അതാണ് ഭക്തി. എന്താണ് സ്വരൂപം? സച്ചിദാനന്ദം തന്നെ. ആ സ്വരൂപം മറഞ്ഞിരിക്കുകയാണ്, വിസ്മൃതിയിലാണ്ടിരിക്കുകയാണ്. ആ സ്വരൂപത്തെ നിരന്തരം അനുസന്ധാനം ചെയ്തു പ്രകാശിപ്പിച്ചെടുക്കുന്നത് ഭക്തിയാണ്. ആ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും പ്രബലപ്പെട്ടു വരുവാനുള്ള മാർഗമെന്ത്? മായയെ തരണം ചെയ്യുവാനുള്ള മാർഗമെന്ത് എന്നൊക്കെയാണ് ഈ ചോദ്യത്തിന്റെ സാരം. അടുത്ത ശ്ലോകം വായിക്കാം. ഇഹ ഘോരേ കലൗ പ്രായോ ജീവശ്ചാസുരതം ഗതഃ ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ഇഹ ഇവിടെ, ഘോരേ കലൗ പ്രാപ്തേ, ഇവിടെ ഇപ്പോൾ ഘോരമായ കലിയുഗം ആരംഭിച്ചിരിക്കുന്നു. ജീവഹാച അസുരതം ഗതഃ, ജീവജാലങ്ങൾ ആസുരീഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. എപ്പോൾ ഭഗവാൻ രൂപം മറച്ചു? തദ്ദിനാത് കലിരായാതഃ, ആ ദിനം മുതൽ കലി ബാധിച്ചു.
കലിയുടെ ദോഷങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ജീവജാലങ്ങൾ ക്ലേശിക്കുന്നത് കാണുന്നില്ലേ? ആ ക്ലേശാക്രാന്തസ്യ, സംസാര ക്ലേശം കൊണ്ട് ആക്രമിക്കപ്പെട്ടിരിക്കുന്ന തസ്യ ശോധനെ, അതിന്റെ ശോധനത്തില് പരായണം കിം, പരമമായ ഉപായം എന്താണ് ജീവജാലങ്ങൾക്ക് കലിബാധയിൽ നിന്നുള്ള രക്ഷയ്ക്കായിട്ട്? ശ്രേയസാം യത് ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തദ്വദാധുനാ. ശ്രേയസം പരം ശ്രേയഃ യത്, ശ്രേയസ്സുകളുടെ മധ്യത്തില് പരമമായ ശ്രേയസ് എന്ന് പറയുന്നത് യാതൊന്നു. പാവനാനാം പരം പാവനം യത് ഭവേത്, പാവനമായത് പരിശുദ്ധമായതിന്റെ മധ്യത്തില് പരമമായ പാവനം എന്ന് പറയുന്നത് യാതൊന്നു. കൃഷ്ണപ്രാപ്തികരം യത്, സാധനം യത്, ശ്രീകൃഷ്ണ പ്രാപ്തിയെ സാധിച്ചു തരുന്നതായിട്ടുള്ളത് യാതൊന്നു. തത് ശശ്വത് അധുനാ വദ, അതിനെ നിരന്തരം ഇപ്പോൾ പറഞ്ഞു തന്നാലും. അപ്പോ ശ്രേയസിന്റെയും പ്രേയസിന്റേതുമായ രണ്ട് മാർഗങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുക. പ്രേയസ് പറയുന്നത് ഈ പ്രിയമായതെല്ലാം തന്നെ പ്രപഞ്ചം, ഇതൊക്കെ കണ്ടിട്ട് ഭ്രമിച്ചിട്ട് ഓരോന്നിന് പിന്നാലെ ഓടിപ്പോകുന്നത് പ്രേയസിന്റെ മാർഗം. ശ്രേയസിന്റെ മാർഗം ആത്യന്തികമായ ദുഃഖ നിവൃത്തിയുടെ മാർഗമാണ്. ശ്രേയസിന്റെ മാർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്തോന്നാണ്? അത് പറഞ്ഞു തരൂ. എന്താണ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്? അത് പറഞ്ഞു തരൂ. അതിലും മധ്യത്തിൽ പാവനമായിട്ടുള്ളത് പറഞ്ഞു തരൂ. ശ്രീകൃഷ്ണ പ്രാപ്തിക്കുള്ള സാധനം എന്താണ്? അത് നിരന്തരം പറഞ്ഞു തന്നാലും, സമയം കളയാനില്ല, വേഗത്തിൽ പറഞ്ഞു തന്നാലും അതാണ്. അടുത്ത ശ്ലോകം, എട്ടാമത്തെ. ചിന്താമണിർലോകസുഖം സുരദ്രുസ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. ചിന്താമണി, ചിന്താമണി എന്ന് പറയുന്ന ഒരു രത്നമുണ്ട്. അതിന്റെ മുമ്പിൽ പോയി എന്ത് ചോദിച്ചാലും അത് തരുമത്രേ, ലോകസുഖങ്ങൾ തരും. സുരദ്രു അല്ലെങ്കിൽ സുരേന്ദ്ര, സുരദ്രു ആണെങ്കിൽ കൽപ്പവൃക്ഷം, സുരേന്ദ്ര പറഞ്ഞാൽ ദേവേന്ദ്രൻ. അവരെന്ത് തരും? സ്വർഗസമ്പദം, സ്വർഗത്തിലുള്ള സമ്പത്തുകളെ തരും. പക്ഷേ പ്രീതഃ ഗുരുഹു, പ്രീതനായ ഗുരുവാകട്ടെ യോഗി ദുർലഭം വൈകുണ്ഠം പ്രയച്ഛതി, ക്ഷമിക്കണം. അപ്പോ യോഗിമാർക്ക് കൂടി ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠത്തെ തരും. ചിന്താമണി തരുന്നതും സുരദ്രു തരുന്നതും നശിച്ചു പോകുന്നതാണ്. പക്ഷെ ഗുരു പറഞ്ഞു തരുന്ന തത്വങ്ങള് ഹൃദയത്തിൽ വൈകുണ്ഠ ലോകത്തെ പ്രകാശിപ്പിച്ചു തരുന്നു. വിഗതാകുണ്ഠം വൈകുണ്ഠം, യാതൊരു കുണ്ഠതയുമില്ലാത്ത സ്ഥലം. ഗുരു പറഞ്ഞു തരുന്ന വാക്കുകൾ, കൃഷ്ണപ്രാപ്തികരമായിട്ടുള്ള വാക്കുകൾ ഹൃദയത്തിലുള്ള അന്ധകാരത്തെ മാറ്റി തീർക്കുന്നു. ഹൃദയത്തിലെ രാഗദ്വേഷ മാലിന്യങ്ങളുണ്ട്. എപ്രകാരം ഹൃദയത്തിൽ ആ ദുർവാസനകൾ നിറഞ്ഞിരിക്കുന്നു, അത് ഒരിക്കലും വൈകുണ്ഠ ലോകത്തെ അനുവദിച്ചു തരുന്നില്ല, അതായത് ആത്മജ്ഞാനത്തെ അനുവദിച്ചു തരുന്നില്ല. അപ്പോൾ ഹൃദയശുദ്ധി വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അടുത്ത ശ്ലോകം വായിക്കാം. സൂത ഉവാച പ്രീതി ശൗനക ചിത്തേതി യതോ വച്മി വിചാര്യ ച സർവസിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയനാശനം. സൂതൻ മറുപടി പറഞ്ഞു, ഹേ ശൗനക, തേ ചിത്തെ പ്രീതി അസ്തി, അങ്ങയുടെ ചിത്തത്തില് നല്ല പ്രീതിയുണ്ട്, ശ്രീഹരിയിൽ പ്രീതിയുണ്ട്. യതഃ സർവസിദ്ധാന്ത നിഷ്പന്നം, അതുകൊണ്ട് എല്ലാ സിദ്ധാന്തങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്നതും സംസാര ഭയനാശനം, സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നതുമായതിനെ വിചാരണം ചെയ്തിട്ട് അല്ലെങ്കിൽ നിരൂപിച്ചിട്ട് വച്മി, ഞാൻ പറഞ്ഞു തരാം, പറയാം എന്ന് പറയാണ്. സംസാര ഭയനാശനം, സംസാരം അതായത് ഈ ജനിമൃതി ചക്രം, സമ്യക് സരതി ഇതി സംസാര, ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും പുനരപി ജനനി ജഠരേ ശയനം. ഇതിൽ നിന്നുള്ള ഭയത്തിൽ നിന്നുള്ള മോചനത്തിനായിക്കൊണ്ടാണ് ഈ ശാസ്ത്രം. അത് ഏതാണ് എനിക്ക് സിദ്ധിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇനി ഭക്ത്യൗഘവർദ്ധനം യച്ച
കൃഷ്ണസന്തോഷഹേതുകം തദഹം ദേവി ധാസ്യാമി സാവധാനതയാ ശൃണു. യഥച യാതൊന്നു തന്നെ ഭക്തിയൗഘവർദ്ധനം ഭക്തി പ്രവാഹത്തെ വർദ്ധിപ്പിച്ചു തരുന്നതുണ്ട്. കൃഷ്ണ സന്തോഷഹേതുകം ശ്രീകൃഷ്ണ പ്രീതി ഉണ്ടാക്കുന്നതുണ്ട്. തത് അഹം അതിനെ ഞാൻ തേ അഭിധാസ്യാമി അങ്ങയോട് നന്നായിട്ട് പറയാം. അങ്ങ് എന്ത് ചെയ്യണം? സാവധാനതയാ ശൃണു. സാവധാനതയാ പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഭഗവത്ഗീത. ശ്രദ്ധയുള്ളവനാണ് ഒരു ശാസ്ത്രം നന്നായിട്ട് മനസ്സിലാക്കുക. ഗുരു വേദാന്തവാക്യാദിഷു വിശ്വാസ ശ്രദ്ധ എന്നാണ്. ഗുരുവിലും വേദവാക്യങ്ങളിലുമുള്ള വിശ്വാസമാണ് ശ്രദ്ധ. ഗുരുനാഥൻ 4 തരം വിശ്വാസങ്ങളെ കുറിച്ച് പറയും. ആദ്യത്തേത് നാം പഠിക്കുന്ന ശാസ്ത്രം. ഈ ശാസ്ത്രം ഏതൊരു ഇഷ്ടദേവതയെ കുറിച്ചിട്ടുള്ളതാണ് ആ ഈശ്വരനിലുള്ള വിശ്വാസം. ആ ഈശ്വരനിൽ അചഞ്ചലമായ വിശ്വാസം. രണ്ടാമത്തേത് ആ ഈശ്വരന്റെ മഹിമ വർണ്ണിക്കുന്ന ഈ ശാസ്ത്രത്തിലുള്ള വിശ്വാസം. മൂന്നാമത്തേത് ആ ശാസ്ത്രത്തെ പറഞ്ഞു തരുന്ന ഗുരുവിലുള്ള വിശ്വാസം. നാലാമത്തേതോ അത് ആത്മവിശ്വാസം, തന്നിൽ തന്നെയുള്ള വിശ്വാസം. തനിക്ക് സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള വിശ്വാസം. ഈ 4 തരം വിശ്വാസങ്ങൾ ഒരുവനെ ഉന്നതിയിലേക്ക് നയിക്കുന്നു. കാലവ്യാളമുഖഗ്രാസ ത്രാസനർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗകീരേണ ഭാഷിതം. കാലവ്യാളം, കാലമാകുന്ന വ്യാളം, സർപ്പം. അതിന്റെ മുഖഗ്രാസം, അത് വിഴുങ്ങല്, മുഖത്തിനുള്ളിൽ ആകല്, കടന്നു പോകല്. അപ്പോ ഒരു ത്രാസം, ഭയമുണ്ടാകും. ആ ഭയത്തിൽ നിന്നുള്ള നിർനാശഹേതവേ, നിശേഷമായുള്ള ഭയരക്ഷയ്ക്ക്, ഭയത്തിൽ നിന്നുള്ള നിശേഷ മോചനത്തിന് ആയിക്കൊണ്ട് കലൗ, കലിയില്, കീരേണ, ശ്രീശുകരാൽ, കീരം തത്ത, ശുകം തത്ത, ശ്രീശുകരാൽ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം ഭാഷിതം, ശ്രീമദ് ഭാഗവത ശാസ്ത്രം പറയപ്പെട്ടു. കാലമാകുന്ന പെരുമ്പാമ്പിന്റെ വായ്ക്കുള്ളിലായിരിക്കുന്നു എന്ന അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന് ഇതാ ശ്രീശുക ബ്രഹ്മർഷി പാടിയ ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രം തന്നെയാണ് ഉചിതം എന്ന് പറയുകയാണ്. ഇപ്പോ ശ്രീരാമ നാമം പാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും അറിയാം. രാമായണത്തില് അതിമനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ. ഒരു പാമ്പ്, ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം, അത് പാമ്പ് ഒരു തവളയെ പിന്നാലെ ചെന്ന് പിടികൂടിയിരിക്കുകയാണ്. തവള ഏകദേശം പകുതിയോളം പാമ്പിന്റെ വായ്ക്കുള്ളിൽ ആയിക്കഴിഞ്ഞിരിക്കണം. പക്ഷെ തവള എന്താ ചെയ്യണേ? അതിന്റെ നാക്ക് പുറത്തേക്ക് ഇട്ടിട്ട് ഈച്ചയെയും കൊതുകിനെയും ഒക്കെ ഭക്ഷിക്കും. അതേപോലെ ഈ പ്രപഞ്ചം കാലമാകുന്ന പെരുമ്പാമ്പിന്റെ വായ്ക്കുള്ളിലാണ്. അതിലിരുന്നു കൊണ്ടാണ് ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്ന്. അപ്പോ ഈ സംസാര ഭയത്തിൽ നിന്നുള്ള മോചനത്തിന് ശ്രീശുകരാൽ ഭാഗവതം ശാസ്ത്രം പാടിയിരിക്കുന്നു. എന്നാൽ അത് ആർക്കൊക്കെ കിട്ടും? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഏതസ്മാദപരം കിഞ്ചേത് മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. മനഃശുദ്ധി, മനസ്സിന്റെ ശുദ്ധിക്കായിക്കൊണ്ട് ഏതസ്മാത് അപരം കിഞ്ചിത് ന വിദ്യതേ, ഇതിൽ നിന്ന് അന്യമായ യാതൊന്നുമില്ല. ഏതിൽ നിന്ന്? ഈ ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന്. എന്നാൽ അത് എല്ലാവർക്കും കിട്ടുന്നില്ല. കാരണം യഥാ ജന്മാന്തരേ പുണ്യം ഭവേത്, എപ്പോൾ ജന്മാന്തരത്തിൽ പുണ്യം നേടുന്നു, ആ പുണ്യപരിഭാഗം എത്തുന്നു, തഥാ ഭാഗവതം ലഭിക്കും, അപ്പോഴാണ് ഭാഗവതം ലഭിക്കുക.
ഭാഗവതം ലഭിക്കുന്നതിനുള്ള ആ പരമമായ മാർഗം മനഃശുദ്ധിയാണ്. ഇപ്പോ ഭഗവത് കഥകൾ കേട്ട് 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 മനസ്സിലെ വിഷയവാസനകൾ ഒടുങ്ങും, രാഗദ്വേഷ മാലിന്യങ്ങളെല്ലാം മാറും. അപ്പോഴാണ് മോക്ഷം. കാരണം അപ്പോ വൈകുണ്ഠം ലഭിക്കുകയായി. അപ്പോ ഈ മനഃശുദ്ധി പ്രധാനമാണ്, ചിത്തശുദ്ധി പ്രധാനമാണ്. ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം തീർന്നു പോകും. കൽമഷങ്ങൾ, ആസുരി വാസനകൾ ഒടുങ്ങിപ്പോകും. ആ പ്രാരബ്ധ വാസനകൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ജന്മത്തിൽ നിന്ന് ജന്മത്തിലേക്ക്. ആ വാസനകൾ ഒടുങ്ങുമ്പോൾ വിവേകപൂർണമായ മനുഷ്യജന്മം കിട്ടും. പക്ഷെ ആ മനുഷ്യജന്മത്തിൽ തന്നെ എല്ലാവരെയും ശ്രീമദ് ഭാഗവതം കൊടുത്ത് അനുഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് ആ മനുഷ്യരായിട്ടിരിക്കുമ്പോഴും പുണ്യപരിഭാഗം എത്തിയാൽ മാത്രമേ ഭാഗവതം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പാടിയിരിക്കുന്നത്. നമുക്ക് ഭാഗ്യത്തിന് നമുക്ക് ഈ കൃഷ്ണസ്വരൂപമായിരിക്കുന്ന ഭാഗവതം ലഭിച്ചിരിക്കുന്നു. ഈ ഭാഗവതാമൃതം നമുക്ക് പാനം ചെയ്യുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും വിലയേറിയ നിർദ്ദേശങ്ങൾ തന്നും അനുഗ്രഹിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.